ഒരു മസ്റ്റ് വാച്ച് മൂവി, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമ. നാഗേഷിന്റെ സംവിധാനത്തിൽ വന്ന കൽക്കിയെക്കുറിച്ച് പറയാനുള്ള ആദ്യ കാര്യം ഇതുതന്നെയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാഗേഷിന്റെ സംവിധാനത്തിൽ പ്രഭാസിനെ നായകനാക്കി വരുന്ന ചിത്രം റിലീസിനെത്തുമ്പോൾ പ്രതീക്ഷകളും നിരവധിയായിരുന്നു. അതെല്ലാം തന്നെ ശരിവെക്കും വിധം നാഗേഷിന്റെ വക ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമാക്കാൻ പറ്റിയ ഒരു സിനിമയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അന്ന് ബാഹുബലി കണ്ട് ഇതൊക്കെ ഇന്ത്യൻ സിനിമ തന്നെയാണോ എന്ന് കരുതിയവരാണ് നമ്മളിൽ പലരും. കൽക്കിയിലേക്ക് വരുമ്പോൾ വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിക്കേണ്ടി വരും. സിനിമയുടെ VFX കാര്യങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അത്രമാത്രം മനോഹരമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിലേക്ക് വന്നാൽ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. പ്രഭാസിൽ തുടങ്ങിയാൽ അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ദീപിക, ദിശ പതാനി, പശുപതി, അന്നാബൻ, അങ്ങനെ നീണ്ടു കിടക്കുന്നു. എല്ലാവരും അവരുടേതായ ഭാഗം നന്നായിട്ട് തന്നെ ചെയ്തു. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് അമിതാഭ് ബച്ചന്റെ പേര് തന്നെയാണ്. ഒരുപക്ഷെ പ്രഭാസിന് മുകളിൽ അദ്ദേഹം സിനിമയിൽ സ്കോർ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ക്ലൈമാക്സ് വരെ ഇതൊരു അമിതാഭ് ബച്ചൻ സിനിമയാണോ എന്ന് തന്നെ തോന്നിപ്പോകും. കമൽ ഹാസന്റെ പ്രകടനം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുള്ളത് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരും നന്നായിട്ട് തന്നെ ചെയ്തു. ചിത്രത്തിൽ 2 പ്രധാന ക്യാമിയോ റോളുണ്ട്. 2 അല്ല 3. അതിൽ 2 നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ദുൽഖർ സൽമാനും വിജയ് ദേവരകൊണ്ടയും. അവരെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടാണ്. ഹിന്ദു മിത്തോളജിയുമായി കണക്ട് ചെയ്ത് കഥ ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. തിരക്കഥയ്ക്ക് നല്ലൊരു ഒഴുക്കുണ്ട്. എന്നാൽ ഒഴുക്കിൽ എവിടെയോ ചെറിയൊരു ലാഗും തോന്നാം ആദ്യ പകുതിയിൽ. എന്നാൽ 2ാം പകുതിയിലേക്ക് വരുമ്പോൾ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. നാഗേഷിന്റെ സംവിധാന മികവ് കൂടെ വന്നപ്പോൾ അത് നൽകുന്ന എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. പ്രഭാസ് തന്നെയാണ് ചിത്രത്തിന്റെ മറ്റൊരു പോസിറ്റീവ്. നാളുകൾക്ക് ശേഷം അങ്ങനെ പ്രഭാസിന്റെ നല്ലൊരു കഥാപാത്രവും അതിനുപരി നല്ലൊരു സിനിമയും കാണാൻ സാധിച്ചു. സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പ്രഭാസ് എന്ന നടൻ അല്ലാണ്ട് വേറൊരാളെ അവിടെ സങ്കല്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. ആദ്യം കുറച്ച് ഇമ്പാക്റ്റ് തോന്നിയില്ലെങ്കിലും പിന്നീട് അദ്ദേഹം ട്രാക്കിലേക്ക് വന്നു. പിന്നെ മനോഹരമായിട്ട് ബാക്കി സ്കോർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട ചിത്രമാണ് കൽക്കി. ചിത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും അത്ര മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു യൂണിവേഴ്സ് അങ്ങനെ നാഗേഷിനും തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് ഇതിലും വലുതായിരിക്കും എന്നതിൽ സംശയമില്ല. മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായി കൽക്കിക്ക് ടിക്കറ്റ് എടുക്കുക.